കൂടുതൽ നേടാനുള്ള ഓട്ടത്തിനിടയിൽ നിങ്ങളുടെ കയ്യിലുള്ളതുകൂടി നഷ്ടപ്പെട്ടാലോ? ലോകം എപ്പോഴും കൂടുതൽ വേണം എന്നാഗ്രഹിക്കുമ്പോൾ സമാധാനം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വഴികാട്ടിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പഴഞ്ചൊല്ല്. ഒരൊറ്റ വരിയിലെ വലിയൊരു മുന്നറിയിപ്പാണിത്. കയ്യിലുള്ള ഒരു പക്ഷി കാട്ടിലെ 2 പക്ഷികളെക്കാൾ നല്ലത്. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് ബെറ്റർ ദാൻ 2 ഇൻ ദ ബുഷ്. ഈ കാലാതീതമായ പഴഞ്ചൊല്ല് ഇന്നും വിജയകരമായ ജീവിതങ്ങളെ രൂപപ്പെടുത്തുന്നു. ഉറപ്പില്ലാത്ത ഒന്നിന് പിന്നാലെ പോയി ഉറപ്പുള്ള പലതും നിങ്ങൾ കളയുന്നുണ്ടോ? അത്യാഗ്രഹം നിങ്ങളെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റുന്ന ഒരു കെണിയാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് എപ്പോൾ വേണമെങ്കിലും പറന്നു പോകുന്നതിന് മുൻപ് അതിൻ്റെ വില മനസ്സിലാക്കാൻ നമുക്കിന്ന് പഠിക്കാം. പലപ്പോഴും നിങ്ങൾ തേടിപ്പോകുന്നതിനേക്കാൾ മൂല്യം നിങ്ങളുടെ കയ്യിലുള്ളതിനാണ്. കയ്യിലുള്ള പക്ഷി എന്നത് ഒരു ഉറപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണ്, ഉപകരിക്കുന്നതാണ്, ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളതാണ്. കാട്ടിലെ 2 പക്ഷികൾ എന്നത് അനിശ്ചിതമായ വാഗ്ദാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒരിക്കലും ലഭിക്കാനിടയില്ലാത്ത വലിയ പ്രതിഫലങ്ങൾ. അത്യാഗ്രഹത്തിനും ക്ഷമയില്ലായ്മയ്ക്കും അശ്രദ്ധമായ റിസ്ക് എടുക്കുന്നതിനും എതിരെ പുരാതന വിജ്ഞാനം നമ്മെ മുന്നറിയിപ്പ് നൽകുന്നു. പുരോഗതി എന്നാൽ എല്ലായ്പ്പോഴും കൂടുതൽ വാരിക്കൂട്ടലല്ല, മറിച്ച് വിലപ്പെട്ടതിനെ സംരക്ഷിക്കുക കൂടിയാണ്. ഭാവിയിലെ അനിശ്ചിതമായ അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ്. പുതിയൊരു കൂൾ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി ഇപ്പോൾ കൂടെയുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളെ അവഗണിക്കരുത്. കയ്യിലുള്ള ഒരു യഥാർത്ഥ സുഹൃത്ത് കാട്ടിലെ 10 പോപ്പുലർ സുഹൃത്തുക്കളെക്കാൾ വിലപ്പെട്ടതാണ്. നിങ്ങൾ എവിടെയാണോ അവിടെ കെട്ടിപ്പടുത്ത കൂട്ടായ്മകളെ വിലമതിക്കുക. ഉറപ്പില്ലാത്ത ഒരു സ്വപ്ന ജോലിക്ക് വേണ്ടി സുരക്ഷിതമായ ജോലി ഉപേക്ഷിക്കുന്നവർ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ വേഗത്തിൽ പണക്കാരനാകാൻ സമ്പാദ്യങ്ങൾ പണയപ്പെടുത്തുന്നവർ. ലക്ഷ്യങ്ങൾ നല്ലതാണ്, എന്നാൽ അന്ധമായ അത്യാഗ്രഹം നല്ലതല്ല. ബുദ്ധിയുള്ളവർ മുന്നോട്ട് കുതിക്കുന്നതിന് മുൻപ് ഇപ്പോഴുള്ള നില സുരക്ഷിതമാക്കാൻ പഠിക്കുന്നു. സുരക്ഷിതത്വവും തന്ത്രവും അശ്രദ്ധമായ ഓട്ടത്തെ തോൽപ്പിക്കും. നിങ്ങളുടെ പുരോഗതിയെ അഭിനന്ദിക്കുക. സംതൃപ്തിയിൽ നിന്നാണ് പലപ്പോഴും സമാധാനമുണ്ടാകുന്നതെന്ന് ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ദൂരെയുള്ള വാഗ്ദാനങ്ങളെക്കാൾ മൂല്യം അരികിലുള്ള ശക്തമായ ബന്ധങ്ങൾക്കായിരിക്കും. വിശ്വസിക്കാവുന്ന പിന്തുണയാണ് അനിശ്ചിതമായ പ്രതീക്ഷകളെക്കാൾ നല്ലത്. ചിലപ്പോൾ കുറഞ്ഞ പിരിമുറുക്കവും കൂടുതൽ നന്ദിയുമാണ് ഏറ്റവും സമ്പന്നമായ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. അകാരണമായ അത്യാഗ്രഹവും പെട്ടെന്ന് പണക്കാരനാകാനുള്ള മോഹവും എപ്പോഴും മനുഷ്യനെ ആപത്തിൽ എത്തിക്കുമെന്ന് വിജ്ഞാനം പഠിപ്പിക്കുന്നു. മിദാസ് രാജാവിൻ്റെ കഥ നോക്കൂ. തൻ്റെ സ്വർണത്തിലും വെള്ളിയിലും തൃപ്തനല്ലാതിരുന്ന അദ്ദേഹം തൊടുന്നതെല്ലാം സ്വർണമാകണം എന്ന വരം ചോദിച്ചു വാങ്ങി. ഒടുവിൽ തൻ്റെ പ്രിയപ്പെട്ട മകളെ പോലും സ്വർണ പ്രതിമയാക്കി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അത്യാഗ്രഹം ബുദ്ധിയെ മറയ്ക്കുന്നു, സംതൃപ്തി സന്തോഷത്തെ സംരക്ഷിക്കുന്നു. ഇതാണ് മികച്ച വഴി. എല്ലാം പണയപ്പെടുത്തുന്നതിനേക്കാൾ ചെറിയ വിജയങ്ങൾ ഉറപ്പാക്കുക. മിഥ്യകളെ തേടുന്നതിനേക്കാൾ യഥാർത്ഥമായതിനെ വിലമതിക്കുക. നാളെയെ കാത്തിരിക്കുന്നതിനേക്കാൾ ഇന്നത്തെ അവസരം ഉപയോഗിക്കുക. യഥാർത്ഥ വിജയം നന്ദിയിൽ നിന്ന് ആരംഭിച്ച് വിജ്ഞാനത്തിലൂടെ വളരുന്നു. ഇന്ന് സ്വയം ചോദിക്കുക, ഞാൻ എൻ്റെ കയ്യിലുള്ളതിനെ സംരക്ഷിക്കുന്നുണ്ടോ? അതോ അനിശ്ചിതമായ വാഗ്ദാനങ്ങൾക്കായി എല്ലാം പണയപ്പെടുത്തുകയാണോ? അറ്റമില്ലാത്ത ഓട്ടത്തിലൂടെയല്ല, മറിച്ച് വിവേകപൂർണമായ തിരഞ്ഞെടുപ്പിലൂടെ നിങ്ങളുടെ ഉന്നതമായ പാത കണ്ടെത്തുക.